എന്താണ് വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വോൾട്ടേജിൻ്റെ ജോലി എന്താണെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടാകും. എന്നാൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് ഉത്തരം പറഞ്ഞേക്കാം. എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അറിയാം, ഒരുപക്ഷെ എങ്ങനെ പറയണമെന്ന് അറിയില്ലായിരിക്കാം. ഇതറിയാൻ നമ്മുടെ വീടുകളിൽ വെച്ചിരിക്കുന്ന വാട്ടർ ടാങ്കിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. സാധാരണ ഒരു ടാങ്ക് തറനിരപ്പിൽ നിന്ന് 10 അടി ഉയരത്തിലാണ് വെക്കുന്നത്. അതായത് ഗ്രൗണ്ട് സീറോ, ടാങ്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 അടി. ഇപ്പോൾ ആ ടാങ്കിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 അടിയാണ്. വാട്ടർ ടാങ്കിൻ്റെ വോൾട്ടേജ് കൂടുന്നത് അല്ലെങ്കിൽ കൂട്ടുന്നത് ഏത് സാഹചര്യത്തിലാണ്? ബാത്റൂമിലെ ഷവറിലെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയുമ്പോൾ സാധാരണയായി വാട്ടർ ടാങ്കിൻ്റെ വോൾട്ടേജ് വർദ്ധിപ്പിക്കും. അതായത് 10 അടി ഉയരത്തിൽ നിന്ന് ശരാശരി 15 അടിയിലേക്ക് മാറ്റും. അതായത് 5 അടി പൊക്കം വർദ്ധിപ്പിക്കും. വാട്ടർ ടാങ്കിൻ്റെ വോൾട്ടേജ് കൂട്ടുമ്പോൾ ഷവറിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുന്നു. ഇപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ടാങ്കിൻ്റെ ഉയരത്തിലുള്ള വ്യത്യാസം എന്ന് പറയാം. ഈ ഉയരമുള്ളതുകൊണ്ട് വെള്ളത്തെ കൂടുതൽ ശക്തമായി തള്ളാൻ കഴിയുന്നു. ഇപ്പോൾ വാട്ടർ ടാങ്കിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് വെള്ളം തള്ളുന്ന ഫോഴ്സിനെ ആണ്. അതായത് ഫോഴ്സ് അല്ലെങ്കിൽ വെള്ളം തള്ളിവിടുന്ന ശക്തി. ഇപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ എന്തുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവശ്യമായി വന്നു? അതായത് വെള്ളത്തിന് തറനിരപ്പിലൂടെ ഒഴുകാൻ കഴിയില്ല. വെള്ളം ഉയരത്തിൽ നിന്ന് താഴേക്ക് മാത്രമേ പതിക്കുകയുള്ളൂ. അതുകൊണ്ട് വെള്ളം ഒഴുകുന്നതിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊക്കത്തിലുള്ളൊരു വ്യത്യാസം ആവശ്യമായി വരുന്നു. വെള്ളം ഒഴുകുന്ന പോലെ തന്നെ ഇലക്ട്രോൺ അല്ലെങ്കിൽ കറണ്ട് ഒഴുകുന്നതിന് പൊക്ക വ്യത്യാസം ആവശ്യമാണ്. ഇനി വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. അതായത് ഫേസ് 230 വോൾട്ടേജ്, ന്യൂട്രൽ 0 അല്ലെങ്കിൽ തറനിരപ്പെന്ന് പറയാൻ സാധിക്കും. അതായത് 230 അടി പൊക്കത്തിൽ നിന്നും ഇലക്ട്രോണിനെ തറനിരപ്പിലേക്ക് അതായത് സീറോയിലേക്ക് കൊണ്ടുവരാനുള്ള പൊക്ക വ്യത്യാസമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. മുകളിൽ വാട്ടർ ടാങ്കിൻ്റെ ദൃഷ്ടാന്തത്തിൽ കണ്ടതുപോലെ വെള്ളത്തിന് സ്വയം ഒഴുകാൻ കഴിയില്ല. ആയതിനാൽ ഒരു പൊക്ക വ്യത്യാസം ഉണ്ടായപ്പോൾ വെള്ളം ഒഴുകി. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 230 അടി പൊക്കത്തിൽ നിന്ന് അതായത് ഫേസിൽ നിന്നും തറനിരപ്പായ ന്യൂട്രലിലേക്ക് അതായത് സീറോയിലേക്ക് കൊണ്ടുവരാനുള്ള ഫോഴ്സ് കിട്ടുന്നതിനുള്ള ഒരു പൊക്ക വ്യത്യാസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് പറയുന്നു. എന്നാൽ വോൾട്ടേജിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ വോൾട്ടേജിൻ്റെ മറ്റൊരു ഡെഫിനിഷൻ നോക്കിയാൽ മതി. അതായത് EMF, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, അതല്ലെങ്കിൽ ഇലക്ട്രോണിനെ മൂവ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ്. ഇലക്ട്രോണിന് സ്വയം ചലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിന് ഒരു ഫോഴ്സ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ ഫോഴ്സാണ് EMF അല്ലെങ്കിൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. വോൾട്ടേജ് എങ്ങനെ ഉണ്ടാകുന്നു? വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സാണ്. ഇലക്ട്രോണിനെ തള്ളി നീക്കാനുള്ള ശക്തി എങ്ങനെ കിട്ടുന്നു എന്ന് നോക്കാം. ഒരു കാന്തത്തിൻ്റെ സമാന വശങ്ങൾ തമ്മിൽ വികർഷിക്കുന്നു. നല്ല ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഒരു കാന്തത്തിൻ്റെ മുകളിൽ മറ്റൊരു കാന്തം വെക്കാൻ കഴിയുള്ളൂ. എന്താണ് ഇതിന് കാരണം? അവയ്ക്ക് തമ്മിലുള്ള റിപ്പൽഷൻ ഫോഴ്സാണ്. ഈ റിപ്പൽഷൻ ഫോഴ്സ് കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം? കാന്തത്തിൻ്റെ വലിപ്പം കൂട്ടിയാൽ മതി. കാന്തത്തെ പോലെ തന്നെ ഇലക്ട്രോണുകൾക്കും റിപ്പൽഷൻ ഫോഴ്സ് ഉണ്ട്. അതായത് ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണുള്ളത്. ഒരു ഇലക്ട്രോണിൻ്റെ മുകളിലേക്ക് മറ്റൊരു ഇലക്ട്രോൺ വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായും റിപ്പൽഷൻ ഫോഴ്സ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഇലക്ട്രോഡുകളുടെ എണ്ണം കൂടുമ്പോൾ റിപ്പൽഷൻ ഫോഴ്സ് കൂടുന്നു. അതായത് വോൾട്ടേജ് കൂടുന്നു എന്ന് പറയാൻ സാധിക്കും. ഫോഴ്സ് കൂടുമ്പോൾ സ്വാഭാവികമായി ഇലക്ട്രോണുകൾ പോസിറ്റീവിലേക്ക് പോകുന്നതിനുള്ള സ്വാഭാവിക ചായ്വ് വർദ്ധിക്കുന്നു. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഇലക്ട്രോണുകൾ തന്നെയാണ് ഇലക്ട്രോണുകളെ തള്ളിവിടുന്നത്. ഒരു ടാങ്കിൽ വെള്ളം കുറയുമ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയുന്നു. കാരണം വെള്ളം തന്നെയാണ് വെള്ളത്തെ തള്ളിവിടുന്നത്. ഇതുപോലെ തന്നെയാണ് ഇലക്ട്രോണുകൾ തന്നെയാണ് ഇലക്ട്രോണുകളെ തള്ളിവിടുന്നത്. ഈ ലൈൻ വോൾട്ടേജ് 230 എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഒരു ബോട്ടിൽ 300 മില്ലി വെള്ളവും മറ്റൊരു ബോട്ടിൽ 70 മില്ലി വെള്ളമുണ്ട്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇവ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 300 മില്ലി ബോട്ടിൽ നിന്നും 70 മില്ലി ഉള്ള ബോട്ടിലേക്ക് വെള്ളം ഒഴുകുന്നു. ഇവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 300 - 70 230 മില്ലി ആണെന്ന് നമുക്ക് കാണുന്നു. അതായത് വെള്ളം ഒഴുകുന്നതിന് ഒരു ഉയർച്ച താഴ്ച ആവശ്യമാണെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. വോൾട്ടേജിന് ഫോഴ്സ് കിട്ടുന്നത് അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ 300 ഇലക്ട്രോൺസ് ഉണ്ട്, മറ്റേ പോയിന്റിൽ 70 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവ തമ്മിലുള്ള എണ്ണത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 230. ഫേസ് എന്ന് പറയുന്നത് ഒരു വാട്ടർ ടാങ്കിൻ്റെ ഉയർന്ന ഭാഗമാണ്. ഉയരം എന്നുള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് പ്രഷർ ലഭിക്കുന്നു. അതുകൊണ്ട് ഇലക്ട്രോണുകളെ തള്ളിവിടുന്നു. ന്യൂട്രൽ എന്ന് പറയുന്നത് ഒരു സിറിഞ്ചാണ്. മുകളിൽ നിന്ന് വരുന്ന ഇലക്ട്രോണുകളെ സിറിഞ്ച് പോലെ ന്യൂട്രൽ വലിച്ചെടുക്കുന്നു. കറണ്ട് എന്താണെന്ന് കൃത്യമായി മനസ്സിലായാൽ വോൾട്ടേജ് കൂടുതൽ മെച്ചമായി മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുവെങ്കിൽ കറണ്ടിനെ കുറിച്ചുള്ള വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കും. ഈ വീഡിയോ ശരിക്കും 3ാം ക്ലാസ്സിലെ ഇലക്ട്രോണിക്സുകാർക്ക് വേണ്ടിയുള്ളതാണ്. കാരണം 3ാം ക്ലാസ്സിൽ നാം പഠിക്കുന്നത് സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നാണ്. 7ാം ക്ലാസ്സിൽ സൂര്യൻ കിഴക്കുദിക്കുന്നില്ല എന്നും നാം പഠിക്കുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വോൾട്ടേജ് എന്താണെന്ന് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാറിൻ്റെ
പരിശീലനം കൊടുക്കുന്നു, അതുപോലെ തന്നെ കൺസൾട്ടൻസിയും കൊടുക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.